ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് ഓവൻ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഇത് നല്ല സിമ്പിളാണ്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇനി ഇതെല്ലാം നല്ലതുപോലെ വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ യൂണിഫോം ആയിട്ട് മിക്സായി കിട്ടും. അതിനാണ് അരിച്ചെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾക്ക് വേണ്ടത് 4 മുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ളത്. അതിൻ്റെ വൈറ്റും യോക്കും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. 4 മീഡിയം സൈസ് മുട്ട മതി. ഇനി നമ്മൾക്ക് ഈ വൈറ്റ് പാർട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററോ വിസ്കോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് ചെയ്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. പൊടിച്ച പഞ്ചസാര ഒന്നിച്ച് ചേർക്കരുത്, 3-4 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പൊടിച്ച പഞ്ചസാരയുടെ അളവ് 1.5 കപ്പാണ്. അങ്ങനെ ഞാൻ എഗ് വൈറ്റും പഞ്ചസാരയും കൂടി നല്ലൊരു ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്ത് വെച്ച ശേഷം വാനില എസൻസ് 1 സ്പൂൺ ചേർത്ത് എഗ്ഗിൻ്റെ യോക്കും കൂടി ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ഈ എഗ് വൈറ്റിൻ്റെ ഈ മിക്സിലേക്ക് നമ്മൾ എഗ് യോക്കിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എഗ് യോക്കും എഗ് വൈറ്റും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി അളന്നൊഴിച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/3 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യുക. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസ്കിൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല, സ്പാച്ചുല മതി മിക്സിങ്ങിന്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഭയങ്കര ജെൻറലായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ധൃതി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന പണിയൊക്കെ വെറുതെ ആവും, കേക്ക് ഭയങ്കര ഹാർഡായിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, ബാച്ചായിട്ട് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് കട്ട കുത്തിപ്പോവും. അതുപോലെ തന്നെ നല്ല യൂണിഫോമായിട്ട് മിക്സായി കിട്ടത്തുമില്ല. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞു, ഇനി അടുത്ത ബാച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ മിക്സിങ് തീരാറായിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കേക്ക് ബാറ്റർ ഞാനിത് 9 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാനിൻ്റെ സൈഡും അതുമാതിരി താഴ്ഭാഗവും ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്തതായിരുന്നു ബട്ടർ ഉപയോഗിച്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ എൻട്രാപ്പ് ചെയ്തേക്കുന്ന എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോൾ അത് ശരിയായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, മറിച്ച് ഇതുപോലെ ഒരു സോസ് പാനിലാണ്. ആ സോസ് പാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇതുപോലത്തെ ഒരു റിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ പാനും കൂടി വെച്ച് കൊടുത്ത് അടച്ചൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കുക. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒരു സ്ക്യൂർ വെച്ചതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം കേക്ക് പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണെന്നാണ്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാമെടുത്ത്. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് അത് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുകയാണ്. ഞാൻ ഇതിനു മുമ്പും ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചുറ്റും നല്ലതുപോലെ വരഞ്ഞു കൊടുക്കുക. ആദ്യമേ കത്തി വെച്ച് ചെറുതായിട്ട്. അതിനുശേഷം മുകളിൽ ഇങ്ങനെ കൈ പ്രസ് ചെയ്തിട്ട് കത്തി വരഞ്ഞു കൊടുത്ത ആ പോർഷനിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് വലിച്ചാൽ മതി. കണ്ടില്ലേ, നല്ല ലെവലായിട്ട് യൂണിഫോം തിക്നെസ്സിൽ തന്നെ നമ്മൾക്ക് കേക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. വേറെ ടൂൾസ് ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ബീറ്റർ എന്തോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ മിക്സി ഉപയോഗിച്ചാണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് ഞാൻ മാക്ടോപ്പിൻ്റെ 1 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞ സ്പീഡ്, പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി അങ്ങനെ ഹൈ സ്പീഡ് വരെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യണം. അത് ഈ ഒരു പരുവം വരെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സ്പാച്ചുലയിലെടുത്ത് താഴത്തേക്ക് കൊട്ടിയാൽ പെട്ടെന്ന് വീഴാത്ത ആ ഒരു പരുവം വരെ. പിന്നെ ഇത് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിക്സിക്ക് ഒരു സൗണ്ട് വ്യത്യാസം കേൾക്കും. അപ്പം തന്നെ നിർത്തണം, ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഒരു കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി തിളപ്പിച്ച ശേഷം തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഷുഗർ സിറപ്പ്. അല്ലെങ്കിൽ നമ്മളുടെ കേക്ക് ക്രീമൊക്കെ കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെ ഹാർഡായിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചോ എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ലെവലായിട്ട്.
അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലറ്റ് നൈഫ് ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ക്രീം ലെവൽ എടുത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ച് എക്സ്പീരിയൻസോ അതുമാതിരി കുറച്ച് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല പോലെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെറിയുടെ സിറപ്പ് വീട്ടിലുണ്ടാക്കിയതോ പുറത്തുനിന്ന് മേടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ അടുത്ത ലെയർ കേക്ക് വെക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത സെക്കൻഡ് ലെയറിൽ ഞാൻ ക്രീം ലെവൽ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പൊക്കത്ത് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇടുക. പിന്നെ തേർഡ് ലെയറും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതാ ഫൈനൽ ലെയറും നമ്മൾ ക്രീം ചെയ്തെടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് ക്രം കോട്ട് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫൈനലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് നല്ല ലെവലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് അരമണിക്കൂർ. ഇപ്പോൾ ഇതാ ഞാനിത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരു 20 മിനിറ്റോളം. ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞാൻ ഒന്നും കൂടി വിപ്പിംഗ് ക്രീം എടുത്ത് ജസ്റ്റ് അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര വലിയ ഫിനിഷൊന്നും ആക്കിയിട്ടില്ല. കാരണം ഇത് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നോസിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ വെറുതെ ഒരു ചെറിയ ഫ്ലവറൊക്കെ പോലെ ഇങ്ങനെ ഇതാകണ്ട എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്. പിന്നെ ആ സൈഡിലും നോസിൽ ടു ആൻഡ് ഫ്രോ ചെയ്ത് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കിൽ എല്ലായിടത്തും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറീസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിലും എളുപ്പത്തിൽ തന്നെ ഇതുപോലെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ആനിവേഴ്സറിക്കും അതുമാതിരി ബർത്ത്ഡേക്കൊക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ കേക്കിൻ്റെ സൈഡ് കുറച്ച് ഗാലക്സിയുടെ ചോക്ലേറ്റ് വെച്ച് സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് മുകളിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ തയ്യാറാക്കിയത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ്. മോളുടെ ബർത്ത്ഡേ ഏപ്രിൽ 25-നായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ഒരുപാട് തിരക്കായി പോകും ചില ദിവസങ്ങളിലൊക്കെ കുഞ്ഞൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും വൈകിയത്. അപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്ത് കാണിക്കാം. എന്താ കണ്ടില്ലേ, കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ ഞാൻ ആ ഒരു തിരക്കിൽ മറന്നുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ മോള്, പേര് അവന്തിക എന്നാണ്. ഇപ്പോൾ 2 വയസ്സായി. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ നമ്മൾ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങൾ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.